പൊന്നപ്പൻ ചേട്ടനെയും തങ്കപ്പൻ ചേട്ടനെയും മാങ്ങാക്കഥ ഇരു കൈ നീട്ടി സ്വീകരിച്ച് കമൻറ്റ് ചെയ്ത എല്ലാവർക്കും തന്നെ ആദ്യമേ നന്ദി പറയട്ടെ. അതിൽ കൂടുതലും കമൻറ്റുകൾ വന്നത് തങ്കപ്പൻ ചേട്ടനെ അനുകൂലിച്ചുകൊണ്ടായിരുന്നു. അപ്പം അതിലെ എൻ്റെ പോയിൻ്റ് ആദ്യം ഒന്ന് പങ്കുവെച്ചിട്ട് നമുക്ക് ആ കമൻറ്റുകളിലേക്ക് ഒന്ന് പോകാം. നമ്മുടെ കഥ എല്ലാവരും ഓർക്കുന്നുണ്ടല്ലോ. ആലപ്പുഴയിലുണ്ടായൊരു സംഭവമാണ്. 2 വീടുകൾ, പൊന്നപ്പൻ ചേട്ടൻ്റെ വീടും തങ്കപ്പൻ ചേട്ടൻ്റെ വീടും, 2 വീട്ടിലും മാങ്ങ ഉണ്ടായി. അതിൽ പൊന്നപ്പൻ ചേട്ടൻ മാങ്ങ സൗജന്യമായിട്ട് നൽകി, തങ്കപ്പൻ ചേട്ടൻ മാങ്ങ പൈസയ്ക്ക് തൂക്കി വിറ്റു. ഇതിൽ ആര് ചെയ്തതാണ് കൂടുതൽ ശരി, ഇന്നത്തെ കാലഘട്ടത്തിൽ കൂടുതൽ ശരിയെന്ന് ഞാൻ സ്പെസിഫിക് ആയിട്ട് ചോദിച്ചിരുന്നു. അന്ന് എന്നോട് ആ കഥ പങ്കുവെച്ച അച്ഛൻ പറഞ്ഞത് അച്ഛൻ പൊന്നപ്പൻ ചേട്ടൻ്റെ കൂടെയാണ് എന്നുള്ളതാണ്. കാരണം നന്മയുള്ള മനസ്സിനോടൊപ്പമാണ് അച്ഛൻ നിൽക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ എൻ്റെ ആൻസർ ഞാൻ തങ്കപ്പൻ ചേട്ടൻ്റെ ഒപ്പമാണ്. കാരണം എന്താണെന്നറിയോ, ഇനിയുള്ള കാലഘട്ടത്തിൽ അതിനാണ് കൂടുതൽ പ്രാധാന്യം. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്കൊരു 5-10 വർഷത്തിനപ്പുറത്തേക്കൊന്ന് ചിന്തിക്കാം. ഇവർ 2 പേരും ഇതേ കാര്യം തുടർന്നാൽ ഒരു 5 വർഷം അല്ലെങ്കിൽ ഒരു 10 വർഷത്തിനപ്പുറം എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ആദ്യം നമുക്ക് തങ്കപ്പൻ ചേട്ടൻ എടുക്കാം. തങ്കപ്പൻ ചേട്ടൻ ഈ വർഷം മാങ്ങ വിറ്റ് പൈസ ഉണ്ടായി, ലാഭം ഉണ്ടായി. സ്വാഭാവികമായിട്ടും അടുത്ത കൊല്ലം ഇത് വിൽക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. അതുകൊണ്ട് തന്നെ ആ മാവിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. ക്വാളിറ്റിയുള്ള മാങ്ങ കൊടുക്കണമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവന് ആവശ്യമായിട്ടുള്ള വെള്ളം കൊടുക്കും, വളയിടും, അതിനൊന്ന് പ്രൊട്ടക്റ്റ് ചെയ്യും. ഒപ്പം തന്നെ വരുമാനം കൂട്ടാനായി അദ്ദേഹം കുറച്ച് മാന്തൈകളിലൂടെ വെച്ച് പിടിപ്പിക്കാം, അല്ലെങ്കിൽ വേറെ കുറച്ച് ഫലവൃക്ഷങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് കൂടുതൽ വരുമാനം ഉണ്ടാക്കാനുള്ള എഫേർട്ട് എടുക്കാം അല്ലേ. അങ്ങനെ ചെയ്യുവാണെങ്കിൽ വരും വർഷങ്ങളിൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യ, മക്കൾ ഇവരെല്ലാം കൂടെ നിൽക്കും. അവർക്ക് കൂടുതൽ വരുമാനം ഉണ്ടാവും. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അതിൽ നിന്ന് പല ആൾക്കാർക്കും തൊഴിൽ നൽകാൻ സാധിക്കും. മാവേ കയറി മാങ്ങ പറിക്കുവാനും അത് വിൽക്കുവാനും പല വ്യക്തികൾക്ക് തൊഴിൽ നൽകാൻ സാധിക്കും. സ്വാഭാവികമായിട്ടും ഒരു കർഷകൻ അവിടെ ഉണ്ടാവുകയാണ്. ആ കർഷകനിൽ നിന്നൊരു സംരംഭകൻ ഉണ്ടാകുകയാണ്. പല കുടുംബങ്ങളിലേക്ക് വരുമാനം ഉണ്ടാകുകയാണ്. ഒപ്പം തന്നെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തേ പറ്റൂ. പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി അദ്ദേഹം വെച്ചടി മുമ്പോട്ട് നല്ല രീതിയിൽ ആ മാവിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അന്ന് എന്തൊക്കെ കൃഷികളുണ്ടോ അതെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള എഫേർട്ടായിരിക്കും അദ്ദേഹം എടുക്കുക. അറ്റ് ദ സെയിം ടൈം പൊന്നപ്പൻ ചേട്ടൻ്റെ കാര്യത്തിലോ കുറച്ച് വർഷങ്ങൾ കൂടി അദ്ദേഹത്തിന് ഇങ്ങനെ സൗജന്യമായിട്ട് നൽകാൻ സാധിക്കുമായിരിക്കും. അദ്ദേഹം നൽകുന്ന നല്ല മാങ്ങകളാണ് എല്ലാവരും മേടിച്ചുകൊണ്ട് പോകുന്നത്. ഈ വീണ് കിടക്കുന്ന മോശം മാങ്ങകളോ അവിടെ വീഴുന്ന ചപ്പുകളൊക്കെ ആരെങ്കിലും വൃത്തിയാക്കുമോ? അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളുമൊക്കെ ഇതൊരു ശല്യമായി തീർന്നല്ലോ എന്ന് ചിന്തിക്കാം. കുറച്ച് നാൾ കഴിയുമ്പോഴേ അറ്റ്ലീസ്റ്റ് ഈ പൊന്നപ്പൻ ചേട്ടൻ്റെ കാലശേഷം ഈ മാവ് വെട്ടിക്കളയാനല്ലേ സാധ്യത. അപ്പോൾ ആ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തി നിന്നു പോവുകയല്ലേ. അതേസമയത്ത് പൊന്നപ്പൻ ചേട്ടൻ്റെ മനസ്സുള്ളവരെ നമുക്ക് വേണം. കാരണം അവരാണ് ഈ പ്രളയ സമയത്തും നമ്മുടെ കെട്ട കാലങ്ങളിലുമൊക്കെ നമ്മളെ ഏറ്റവും അധികം സഹായിക്കുന്നത്. നമ്മുടെ ഈ അച്ഛൻ ആ ഒരു മൈൻഡ് സെറ്റുള്ള ആളാണ്. അതുകൊണ്ടാണ് പൊന്നപ്പൻ ചേട്ടനെ കൂടുതൽ സപ്പോർട്ട് ചെയ്തത്. നമ്മുടെ കമൻറ്റിൽ ഒരുപാട് പേര് ആ മൈൻഡ് സെറ്റോടുകൂടി ആ കാര്യങ്ങൾ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാലും അവിടെ പ്രാക്ടിക്കലി സസ്റ്റൈനബിളായിട്ട് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ സ്വന്തം കാലം നിൽക്കുന്നവർക്ക് അത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ തങ്കപ്പൻ ചേട്ടനെ പോലെ പണിയെടുത്ത് വരുമാനം എത്തിച്ച ശേഷം അത് ചെയ്യാൻ നോക്കുന്നതല്ലേ കുറച്ചുകൂടെ നല്ലത്. തമിഴ്നാട്ടിലേക്കൊക്കെ ഒന്ന് യാത്ര ചെയ്താൽ ഞാൻ ഈ പറഞ്ഞ ആശയം പെട്ടെന്ന് മനസ്സിലാകും. അവിടെയൊക്കെ ഓൾറെഡി ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ വഴിസൈഡിൽ കാണാൻ പറ്റും വീടിൻ്റെ വാതുക്കല്ലേ മേശ ഇട്ടിട്ട് അവരുടെ വീട്ടിലുണ്ടായ പഴങ്ങളും പച്ചക്കറികളും ഒക്കെ ഇങ്ങനെ തൂക്കി വിൽക്കുന്നതായിട്ട്, അതിൽ നിന്ന് അവർ വരുമാനം നേടുന്നതായിട്ട്. ഇത് നമ്മുടെ നാട്ടിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാമല്ലോ. തങ്കപ്പൻ ചേട്ടനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് പേര് കമൻറ്റ് ഇട്ട് കണ്ടപ്പോൾ ഒത്തിരി സന്തോഷവും ഇനിയൊരു വലിയ പ്രതീക്ഷയുമാണ്. അങ്ങനെയെങ്കിൽ ഇനി ഇതുപോലെ അയൽവക്കങ്ങളിലെ ആൾക്കാർ സാധനവുമായി വന്നാൽ മേടിക്കാനുള്ള മനസ്സ് നമ്മൾ കാണിക്കണം. നമ്മുടെ വീട്ടിൽ സാധനങ്ങളുണ്ടെങ്കിൽ നമ്മളത് വിൽക്കാനുള്ളൊരു കമ്മിറ്റ്മെൻറ്റും അതാണല്ലോ ആ കമൻറ്റുകളിൽ നിന്ന് കാണുന്നത്. അത്തരമൊരു മാറ്റം ഉണ്ടായാൽ ഒരു അഡീഷണൽ ഇൻകം ഉണ്ടാക്കിയെടുക്കാൻ നമ്മളിൽ പലർക്കും സാധ്യമാകും. ഒരു പുതിയ ബിസിനസ് കൾച്ചർ ഇവിടെ നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. പലർക്കും അവരുടെ കഴിവിനെ വിറ്റ് വരുമാനമാക്കാൻ, പഴങ്ങളോ പച്ചക്കറികളോ മാത്രമല്ല കലാപരമോ കായികപരമായ കഴിവുകൾ വരെ കച്ചവടം നടത്തി അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാനായിട്ട് ഒരു മെസ്സേജായി ഇത് മാറ്റാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ നമുക്ക് കമൻറ്റുകളിലേക്കൊന്ന് പോകാം. ഒരുപാട് നല്ല കമൻറ്റുകൾ വന്നിട്ടുണ്ട്. എല്ലാം വായിച്ചു കഴിഞ്ഞാൽ വീഡിയോയുടെ ദൈർഘ്യം കൂടുന്നതുകൊണ്ട് കുറച്ച് സെലക്ട് ചെയ്തുള്ള കമൻറ്റുകളാണ് വായിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്കൊന്ന് ഫേസ്ബുക്കിൽ പോകാം, ശേഷം ഇൻസ്റ്റയിലേക്ക് മൂവ് ചെയ്യാം. അതിൽ രാഹുൽ രമണൻ എന്നുള്ള ചേട്ടൻ നമ്മളിപ്പോൾ പറഞ്ഞ ആശയങ്ങൾ ഒറ്റ വാചകത്തിൽ പറഞ്ഞു തീർത്തിട്ടുണ്ട്. തങ്കപ്പൻ ചേട്ടന് ജീവിക്കാൻ അറിയാം. പൊന്നപ്പൻ ചേട്ടൻ ഇപ്പോഴും മാവേലിയുടെ കാലത്താണ് ജീവിക്കുന്നത്. ഒടുവിൽ വാമനം വന്ന് ചവിട്ടി താഴ്ത്തുമ്പോൾ മനസ്സിലാകും. ഇതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കമൻറ്റ്. പിന്നെ രാജേഷേട്ടൻ പറഞ്ഞേക്കുന്നത് തങ്കപ്പൻ ചേട്ടൻ്റെ കൂടെയാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക നില കൂടി മാത്രമല്ല കാശ് മുടക്കി വാങ്ങിയതിനാൽ മുഴുവൻ മാങ്ങയും കളയാതെ കഴിക്കും. പൊന്നപ്പൻ ചേട്ടൻ്റെ നല്ല മനസ്സിന് നന്ദിയോട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ രാജേഷ് പറഞ്ഞേക്കുന്ന നല്ലൊരു ഇതാണ്, തങ്കപ്പൻ ചേട്ടൻ ചെയ്തതാണ് ശരി. ഇന്നത്തെ കാലത്ത് ആർക്കും സ്വന്തം വീട്ടിൽ ഉണ്ടാകുന്ന കായ്ഫലങ്ങൾക്ക് വിലയില്ല. അയാൾ വെറുതെ കൊടുത്താലും അവർക്കതിന് മതിപ്പ് കിട്ടില്ല. ക്യാഷ് കൊടുത്തു വാങ്ങിയാൽ അത് നമ്മൾ ഉറപ്പായും ഉപയോഗിക്കും, അതിന് തന്നെ മതിപ്പ്.
പിന്നെ അയാൾ കൂടുതൽ ലാഭം കണ്ടു കാണില്ല എന്നൊരു കാര്യം കൂടെ അതിനകത്ത് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലൊപ്പം തന്നെ പൊന്നപ്പൻ ചേട്ടനെ സപ്പോർട്ട് ചെയ്ത വ്യക്തികളുണ്ട്. അതിൻ്റെ അകത്ത് കൃഷ് വേലായുധൻ സാറ്, പൊന്നപ്പൻ ചേട്ടൻ പാവമായിരിക്കാം, പക്ഷേ മാങ്ങ അപൂർവ ഇനം വളരെ സ്വാദിഷ്ടമായതിനാൽ അത് അയൽവാസികൾക്കും ബന്ധുക്കൾക്കും നൽകുമ്പോൾ അവരുടെ സന്തോഷം കാണുമ്പോൾ പൊന്നപ്പൻ ചേട്ടന് കിട്ടുന്ന ആത്മസംതൃപ്തിയാണ് വിറ്റ് കിട്ടുന്ന കാശിനേക്കാൾ അയാൾ മൂല്യം കൽപ്പിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഈ വേലായുധൻ സാർ അധ്യാപകനാണ്. അപ്പം അധ്യാപകനായതുകൊണ്ടും ഗവൺമെൻറ് എംപ്ലോയി ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവരൊക്കെ അങ്ങനെ ചിന്തിക്കും കേട്ടോ. അങ്ങനെ സെർവ് ചെയ്യാനുള്ള വലിയൊരു മനസ്സാണ്. അതുകൊണ്ടാണ് അങ്ങനെ അദ്ദേഹം ആൻസർ നൽകിയിരിക്കുന്നത്. ലിനു തോമസിൻ്റെ കമൻറ്റോട് ഒന്ന് ഓടിച്ചു വായിക്കണം. തങ്കപ്പൻ ചേട്ടൻ ചെയ്താണ് ശരി, അദ്ദേഹം കൃഷിക്കാരനാകും, സാമ്പത്തിക ഭദ്രത കൂടെ നോക്കണ്ടേ, പൊന്നപ്പൻ ചേട്ടൻ നല്ല മനസ്സിന് നന്ദി. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ ആശയങ്ങളൊക്കെ തന്നെ എൻ്റെ ആശയങ്ങൾ തന്നെ കമൻറ്റുകളായിട്ട് വന്നിട്ടുണ്ട്. ചിലതൊക്കെ അതിലും ഭംഗിയായിട്ട് പങ്കുവച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇൻസ്റ്റയിലോട്ട് ഓടിച്ച് നോക്കാം. ഇൻസ്റ്റയിലേക്കകത്ത് അതിൽ ഒരുപാട് കമൻറ്റുകളുണ്ട്. ഇന്നത്തെ കാലത്ത് തങ്കപ്പൻ ചേട്ടൻ ചെയ്തതാണ് ശരിയെന്ന് ആശാ റോസ് മാത്യു പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഇന്നത്തെ കാലത്ത് എന്നുള്ളത് ഹൈലൈറ്റ് ചെയ്തായിരുന്നു, അത് ഓർക്കുന്നു. ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ നമ്മൾ അതിന് ഒത്തിരി വാല്യൂ കൊടുക്കില്ലായിരിക്കും എന്നൂടെയാണ് ചേർത്ത് വെച്ചിരിക്കുന്നത്. മോഹൻ ഒറ്റ വാക്കി പറഞ്ഞു, പൊന്നപ്പൻ ചേട്ടൻ മണ്ടൻ, തങ്കപ്പൻ ചേട്ടൻ മിടുമിടുക്കൻ എന്നൊറ്റ വാക്കിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഗൗരി ഷിജി അതൊരു എക്സ്പ്ലനേഷൻ വന്നിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് തങ്കപ്പൻ ചേട്ടൻ ചെയ്താണ് ശരി, അതിൻ്റെ കാരണം ഇപ്പോൾ ജീവിക്കണമെങ്കിൽ കാശ് തന്നെ വേണം, അതുകൊണ്ടാണ്. അതൊരു നല്ല ഹൈലൈറ്റ് ചെയ്തൊരു പോയിൻ്റാണ്. ഒപ്പം തന്നെ പ്രദീപ് സാറ് പറഞ്ഞേക്കുന്നത്, ഏതെങ്കിലും ഒരു സാധനമോ സേവനമോ അത്യാവശ്യം ആയിരിക്കുകയും എന്നാൽ അത് വാങ്ങാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ അത് നമ്മൾ വെറുതെ കൊടുക്കാൻ പാടുള്ളൂ. അതല്ല എങ്കിൽ അവർ നമുക്ക് അത്രമേൽ പ്രിയപ്പെട്ടവരായിരിക്കണം. അതുകൊണ്ട് തങ്കപ്പൻ ചേട്ടൻ ചെയ്താണ് ശരിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം രണ്ട് ഇതിലും ബാലൻസ് ആവാൻ. പിന്നെ നമ്മുടെ ജോസി ടീച്ചറിൻ്റെ ഒന്ന് നിങ്ങൾ കമൻറ്റ് വായിക്കുന്നത്. കാരണം ടീച്ചർ പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ട് ഓരോ കാര്യങ്ങളും സൗജന്യമായിട്ട് കൊടുത്താൽ ഉണ്ടാകുന്ന ചലഞ്ചസ്, ക്വാളിറ്റി, എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. എല്ലാ കമൻറ്റും വായിക്കാനുള്ള സമയക്കുറവാണ് നമ്മൾ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നത്. ഈ കമൻറ്റുകളെല്ലാം കണ്ടപ്പോൾ തന്നെ ഇങ്ങനെ മാറി ചിന്തിക്കുന്നല്ലോ എന്നുള്ളൊരു കാര്യം, ഒരു പുതിയ ആശയം നമ്മുടെ നാട്ടിലേക്ക് പലരും ചെയ്യുന്നതാണ്. പക്ഷേ അതൊന്ന് ഫ്ലറിഷ് ആയിട്ടില്ല. ഇത്തരത്തിലൊരു മൂല്യത്തോടു കൂടി സാധനങ്ങൾ വിൽക്കുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു ആശയം എത്താനായിട്ട് ഈ ഒരു വീഡിയോ പ്രയോജനപ്രദമാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഒപ്പം തന്നെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അനുകൂലിച്ചോ പ്രതികൂലിച്ചോ കമൻറ്റുകൾ ചെയ്യാൻ കേട്ടോ. കാരണം ഈ ഒരു ഒറ്റ വീഡിയോ കൊണ്ട് വലിയ വിപ്ലവം ഉണ്ടാകില്ല, പക്ഷേ ഇതിൽ നിന്നൊരു തുടക്കമുണ്ടാകും. ഈ തുടക്കത്തിൽ നിന്ന് പല ആൾക്കാരും ഇതിനെ മാറി ചിന്തിച്ച് പുതിയ മാറ്റങ്ങളിലേക്ക് വരുത്താനായിട്ട് സഹായിക്കും. ഇപ്പോൾ ഇതിൽ തന്നെ ഒരു ശാലിനി ടീച്ചറൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, മാമ്പഴമല്ലേ സൗജന്യമായിട്ട് കൊടുക്കണമെന്നൊക്കെ. ടീച്ചറൊക്കെ സ്വാഭാവികമായിട്ടും അങ്ങനെയാണ് ചിന്തിക്കുന്നത്. ആ ടീച്ചറിനെയൊക്കെ നമുക്ക് ഒരു പടിയും കൂടെ ഇത്തരത്തിൽ സൗജന്യമായിട്ട് കൊടുക്കുന്നതിനപ്പുറം മൂല്യത്തോടുകൂടി കൊടുക്കാനുള്ള രീതിയിലേക്ക് ഒന്ന് ചിന്തിപ്പിക്കാൻ കൂടെ സഹായിക്കാൻ സാധിച്ചാൽ, ആ നല്ല മനസ്സിനോടൊപ്പം ഒരു ബിസിനസ് മൈൻഡ്, അതിനെ കച്ചവടം എന്നുള്ളതൊരു മോശം കാര്യമല്ല കേട്ടോ, നല്ല കാര്യം തന്നെയാണ്. ആ രീതിയിലേക്ക് ഒന്ന് ചിന്തിപ്പിക്കാൻ നമുക്ക് സഹായിക്കണമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകൾ, വിലയേറിയ കമൻറ്റുകൾ ഇതിൻ്റെ താഴെ തീർച്ചയായും പങ്കുവെക്കുക. ഒരു പുതിയൊരു ആശയ സംവാദം ഉണ്ടാകട്ടെ. നമുക്ക് വരും ദിവസങ്ങളിൽ ഇതിനെ എങ്ങനെ പ്രാക്ടിക്കലി ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്നുള്ള കാര്യങ്ങൾ നമ്മുടെ ചാനലിലൂടെ നമ്മൾ പങ്കുവെക്കുന്നുണ്ടാകും. അപ്പോൾ ഈ ആശയങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും ചാനൽ ഫോളോ ചെയ്യുക. മറ്റുള്ളവർക്ക് ഈ ആശയം ഒന്ന് പങ്കുവെക്കുക. അവരുടെ അഭിപ്രായങ്ങൾ നമുക്കൊന്ന് ക്രോഡീകരിക്കാം. നമുക്കൊരു പുതിയ വിപ്ലവം ഇവിടെ രചിക്കാം. താങ്ക് യു ഓൾ.